അക്കാഡമി. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെ ഓവറോൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ എല്ലാ സബ്ജക്ട്സും എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ചിട്ടയായിട്ട് പഠിക്കാം ഒരു നെക്സ്റ്റ് 6 മന്ത് ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വീഡിയോ കാണുക. സോ ഇതിനകത്ത് ഓരോ സബ്ജക്റ്റ് വൈസിൻ്റെ വെയിറ്റേജ്, എങ്ങനെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം, മോക്ക് ടെസ്റ്റ് എങ്ങനെ അനാലിസിസ് ചെയ്യാം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ബാങ്ക് എക്സാംസിന് പ്രധാനമായിട്ട് 2 ടൈപ്പ് സ്റ്റുഡൻസ് ആണല്ലേ. അതായത് റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ പ്രോ സ്റ്റുഡൻസ് ആണ്. അതായത് ഏകദേശം ഒരു 2 to 3 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതേപോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അതായത് അവർ പുതുതായിട്ട് ഈ ഒരു ബാങ്കിങ് എക്സാം ഫീൽഡിലേക്ക് വരുന്ന കുട്ടികളുണ്ടായിരിക്കും. സോ നമുക്ക് അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജിക് വീഡിയോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സ്ട്രാറ്റജിക് വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റിപ്പീറ്റേഴ്സിന് വേണ്ടിയും അതേപോലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ പാർട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രോ സ്റ്റുഡൻസിന് വേണ്ടിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോ സ്റ്റുഡൻസ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, അതായത് 2-3 വർഷം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു പ്രിപ്പറേഷൻ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എക്സാംസിൽ അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ അറിയാമല്ലോ നമുക്കൊരു ലക്ക് എന്ന് പറയുന്നൊരു ഫാക്ടറും ഉണ്ട്. സോ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ സെലക്ഷൻ്റെ വക്കത്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ, 2-3 വർഷം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ്. സോ അവർക്ക് എങ്ങനെ ഈ ഒരു വർഷം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാംസ് എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിക് വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. സോ ഓൾറെഡി അവർ 2-3 വർഷം അല്ലെങ്കിൽ ഒരു വർഷം നല്ല രീതിയിൽ പഠിച്ചെന്ന് വിചാരിക്കാം. സോ അവർ ഓൾറെഡി അവരുടെ സിലബസ് ഒരു പ്രോപ്പറായിട്ട് പ്രിലിംസ് അവർ നല്ല രീതിയിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇനിയും ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇനിയും പ്രിലിംസിന് വേണ്ടി സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ പ്രോ സ്റ്റുഡൻസ് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അവർ ഓൾവേസ് പ്രിലിംസിന് തന്നെ പിന്നെയും ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പം അങ്ങ് പഠിച്ചു തുടങ്ങും. സോ അങ്ങനെ ചെയ്യരുത്. മെയിനായിട്ട് ചെയ്യേണ്ടത് അവർ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. മെയിൻസ് എക്സാമിന് വേണ്ടി തുടക്കം തൊട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം മെയിൻസ് എക്സാം അല്ലേ നമുക്ക് സെലക്ഷൻ തരുന്നത്. പ്രിലിംസ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ക്ലിയർ ചെയ്യും. പക്ഷേ മെയിൻസ് എക്സാം വരുമ്പോൾ നമുക്ക് പ്രശ്നം വരും. സോ ഫസ്റ്റ് ഡേ 1 തൊട്ട് നിങ്ങൾ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സോ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം പറഞ്ഞു തരാം. ഡെയിലി ബേസിസിൽ അതായത് ഒരു 3 ഡേ കൂടുമ്പോൾ നിങ്ങൾ ഒരു മെയിൻസിൻ്റെ മോക്ക് എഴുതുക, ഫുൾ ലെങ്ത് മോക്ക് എഴുതുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും 3 ഡേ ഒക്കെ ഒരു മെയിൻസിൻ്റെ മോക്ക് എഴുതണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞുതരാം കാര്യം നമുക്ക് ഇനി വരുന്ന എക്സാംസ് ഏതൊക്കെയാണ്? SBIPയുടെ നോട്ടിഫിക്കേഷൻ വന്നു, IBPSPയുടെ നോട്ടിഫിക്കേഷൻ വന്നു. IBPS ക്ലർക്ക് SBI ക്ലർക്കും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഉടനെ വരുന്നത് തന്നെയായിരിക്കും. പക്ഷേ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഏകദേശം എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ. ഏകദേശം 2.5 അവർ തൊട്ട് 3 അവർ വരെ ആയിരിക്കും ആ ഒരു എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ അത്രയും ഡ്യൂറേഷൻ ഉള്ള ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ? 190 ക്വസ്റ്റ്യൻസ് അല്ലേ ടോട്ടൽ ഉള്ളത്. 190 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉണ്ട്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 2.5 അവർ തൊട്ട് 3 അവർ. കാര്യം പ്രിലിംസിനും ക്ലർക്കിനും ആ ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ദിവസം കൊണ്ട് അനാലിസിസ് ചെയ്ത് കഴിയാൻ പറ്റുമോ? അതായത് മോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഒറ്റ സ്ട്രെച്ചിന് തന്നെ ആ മോക്ക് അറ്റംപ്റ്റ് ചെയ്യുക. അതായത് പോസ്റ്റ് ചെയ്ത് ഒരിക്കലും ചെയ്യരുത്. മോക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിന് തന്നെ ഇരുന്ന് അറ്റംപ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് അനാലിസിസ് ചെയ്യുക. ഈ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കീ റോൾ നമ്മുടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിലുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ നമുക്കിവിടെ എങ്ങനെ മോക്ക് ടെസ്റ്റ് 3 ദിവസം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, നമുക്ക് ടോട്ടൽ 3 ദിവസത്തേക്കല്ല ഞാൻ ഒരു മെയിൻസിൻ്റെ മോക്ക് പറയുന്നത്. ഒരിക്കലും പ്രിലിംസിൻ്റെ മോക്കിനെ പറ്റിയല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, മെയിൻസിൻ്റെ കാര്യമായിരിക്കും. നോക്കിക്കോ, നമ്മൾ ഫസ്റ്റ് ഡേയിൽ അതായത് ഡേ 1 നമ്മൾ മോക്ക് എഴുതി. അതായത് ഏകദേശം ടൈം എന്ന് പറഞ്ഞാൽ 10 to നിങ്ങളുടെ എന്താ പറയുക സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം സെലക്ട് ചെയ്യുക. എന്നിട്ട് 10 തൊട്ട് ഒരു 12:30 വരെ മോക്ക് എഴുതുക. സോ 12:30ക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. അതായത് 10 to 12:30 നിങ്ങൾ 10 to 12:30 നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു ലഞ്ച് ബ്രേക്ക് എടുത്തിട്ട് അതിനുശേഷം നിങ്ങൾ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക. അത് എത്ര മണി വരെ വേണം? ഒരു 2 മണി തൊട്ട് ഒരു 5 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുക, അനാലിസിസ് ചെയ്യുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനാലിസിസ് ചെയ്യുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവ്യൂ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ ഓൾറെഡി എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാത്തൊരു കൺസെപ്റ്റ് അതിനകത്ത് കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എപ്പോഴും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, GA ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും QA ആണെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റിന് വേണ്ടി ഒരു ഷോർട്ട് നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ ഓൾവേസ് ഒരു ഷോർട്ട് നോട്ട്
പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ എന്നൊരു ഹാബിറ്റ് നിങ്ങൾ ഓൾവേസ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തു, അതിനുശേഷം മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു, അനാലിസിസ് ചെയ്തു, നിങ്ങൾക്കറിയാത്ത ഒരുപാട് കൺസെപ്റ്റുകൾ എന്ത് ചെയ്തു ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഈ ഷോർട്ട് നോട്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയോ? ഷോർട്ട് നോട്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ, അതിനെ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യണം. മൾട്ടിപ്പിൾ ടൈംസിൽ റിവൈസ് ചെയ്യുക. ഈ മൾട്ടിപ്പിൾ ടൈംസിൽ റിവിഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാം? അടുത്ത തവണ ഇതേ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും, ഓക്കെ ഓൾറെഡി ഞാൻ ഈ ഒരു ടൈപ്പ് റിവിഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ എനിക്ക് എന്താണ് അടുത്ത തവണ വരുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എനിക്കിത് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യാം. സോ റിവിഷനും ഷോർട്ട് നോട്ട്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് മെയിൻസിൽ. അത് മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് അല്ലേ? ഒന്നാമത്തെ കാര്യം, മോക്ക് എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ക്ഷീണിക്കും. പിന്നെ അനാലിസിസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. ഈ മോക്ക് അറ്റൻഡ് ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടൻസ് ആണ് അനാലിസിസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരും, എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് അനാലിസിസ് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രധാനമായിട്ടും മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്താ വരുന്നത്, ആ മോക്ക് ടെസ്റ്റ് അനാലിസിസ് ചെയ്തതിന് ശേഷം വരുന്നതല്ലേ. ഏതൊക്കെയായിരിക്കും? ഒന്ന്, റോങ് ക്വസ്റ്റ്യൻസ് വരത്തില്ലേ, നമ്മൾ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് വരത്തില്ലേ, റോങ് ക്വസ്റ്റ്യൻസ് വരും. രണ്ടാമത്തെ ഏതായിരിക്കും? അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള, അതായത് അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് കാണും, അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ് കാണും. പിന്നെ അടുത്ത ഏത് ടൈപ്പ് ആയിരിക്കും? നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണും അല്ലേ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു മോക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഓർഡറിൽ നമുക്ക് എങ്ങനെ അനാലിസിസ് ചെയ്യാമെന്ന് കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? റോങ് ക്വസ്റ്റ്യൻസിനെ പിക്ക് ചെയ്യുക. നമ്മൾ തെറ്റിച്ച ക്വസ്റ്റ്യൻസിനെ പിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? പിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ക്വസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യനെ നിങ്ങൾ നല്ല രീതിയിൽ പേഷ്യൻസോട് കൂടി ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. എങ്ങനെയാണോ നമ്മളൊരു എക്സാമിന് ചെയ്യുന്നത് അതുപോലെ സമാധാനത്തിൽ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. എന്നിട്ട് അതിൽ തന്നിരിക്കുന്ന ആ മോക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്ന സൊല്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ചിലപ്പം ബേസിക് മെത്തേഡ് വെച്ചിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്, അതായത് എക്സ് വൈ ഒക്കെ ഇട്ട് വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത്. ചില മോക്ക് ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് എന്താ പറയുക, ഈ പെർസെൻറ്റേജ് റേഷ്യോ മെത്തേഡ് വെച്ച് ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ എക്സ്ട്രാ ഏതെങ്കിലും ഒരു മെത്തേഡ് 2 അല്ലെങ്കിൽ ഏതെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള നോട്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്ട്രാ കിട്ടുന്ന നോളജുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് നോട്ടാക്കി. ആ ഒരു ഷോർട്ട് നോട്ട്, ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞൊരു ഷോർട്ട് നോട്ടാക്കി നമ്മൾ വെക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഇതാണ്. ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് നോട്ടാക്കി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അങ്ങനെ റോങ് ക്വസ്റ്റ്യൻസ് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യുക? പേഷ്യൻസോട് കൂടി നോക്കുക. ചിലപ്പോൾ നമുക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രഷർ കാരണമായിരിക്കാം ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു സമയത്ത് തെറ്റിയിരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പ്രഷറൊക്കെ ആ ഒരു സമയത്ത് വരത്തില്ലേ. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്ക് തെറ്റിക്കാൻ പറ്റും. അപ്പം റോങ് ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ അല്ലാതെ സമാധാനത്തിൽ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ശരിയായിട്ടും കിട്ടും. സോ ഷോർട്ട് നോട്ട് ആക്കുക, അതിനെ റിവൈസ് ചെയ്യുക. അടുത്ത ഏതാണ്? അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. സോ ഈ അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതേ സെയിം പ്രശ്നം തന്നെയാണ്. പ്രഷർ കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലാകാതിരിക്കാം. പക്ഷേ ആക്ച്വലി എക്സാമിൽ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ് രണ്ടാമത് നമ്മൾ പിക്ക് ചെയ്യുക. അപ്പോൾ പിക്ക് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പേഷ്യൻസോടെ നോക്കുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അതായത് നമുക്കറിയാത്ത കൺസെപ്റ്റ് ആണെങ്കിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, അതിനെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ആ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്താൽ നമ്മൾ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ റിവ്യൂ ചെയ്തിരിക്കണം. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്ത ഒരു മെത്തേഡ്, ചിലപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്തു, അത് ഞാനൊരു 2 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്തതെങ്കിൽ, പക്ഷേ എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്ത മെത്തേഡ് കാരണം 2 മിനിറ്റ് എനിക്ക് അവിടെ വേസ്റ്റ് ആയി. പക്ഷേ ആ മോക്ക് ടെസ്റ്റിൻ്റെ സൊല്യൂഷൻ നോക്കുമ്പോൾ ഒരു ഈസി മെത്തേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രിക്കി മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഗുണം ചെയ്തില്ലേ. ആ ഒരു മെത്തേഡ് വെച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അണ്ടർ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 50 സെക്കൻഡ് 40 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് നമുക്ക് എന്ത് ചെയ്യും? ആ മോക്ക് ടെസ്റ്റിൻ്റെ സൊല്യൂഷൻ കണ്ടെങ്കിൽ നമുക്കത് നല്ല ഗുണം ചെയ്തില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു ട്രിക്കിനെ നമ്മൾ ഷോർട്ട് നോട്ടാക്കി റിവൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സാണ് മോക്ക് ടെസ്റ്റ് എഴുതുന്നത് കൂടെ അനാലിസിസ് ചെയ്യുന്നത് കൂടെ നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് ഏകദേശം നമ്മൾ കുറച്ച് എക്സ്ട്രാ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു മെയിൻസ് എക്സാമിന് ഫോക്കസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ മെയിൻസ് എക്സാമിന് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. നോക്കിക്കോ. ഫസ്റ്റ് ഓഫ് ഓൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു സ്ട്രാറ്റജിക് വീഡിയോ അല്ലേ നമ്മൾ പറഞ്ഞത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സ്ട്രാറ്റജിക് വീഡിയോ ആകുമ്പോൾ അതിൻ്റെ സിലബസ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസിനെ 3ആയിട്ട് തിരിക്കാം. മിസല്ലേനിയസ് ടോപ്പിക്സും കാണും, അതിനെ അല്ലെങ്കിൽ 1 ലൈനേഴ്സ് എന്ന് പറയും. മിസല്ലേനിയസ് ടോപ്പിക്സ് കാണും,
ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ലാസ്റ്റ് വൺ അരിത്തമെറ്റിക് ടോപ്പിക്സ്. അങ്ങനെ പ്രധാനമായിട്ടും 3 ടൈപ്പ് ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു ഒറ്റ എന്താ പറയുക ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു സിലബസിൽ കാണുന്നത്. അപ്പോൾ ഈ മിസലേനിയസ് ടോപ്പിക്സ് പ്രധാനമായിട്ടും നമുക്ക് തരുന്നത് എന്തൊക്കെയായിരിക്കും? സ്പീഡ് കൂട്ടി കൊണ്ടുവന്ന് നമ്മളുടെ സമയം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയാണ് മിസലേനിയസ് ടോപ്പിക്സ്. ഇനി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് വെയിറ്റേജ് കൂടുതലാണ്. നിങ്ങൾ ലാസ്റ്റ് 2 വർഷത്തെ അല്ലെങ്കിൽ ഒരു 3 വർഷത്തെ പ്രിലിംസും മെയിൻസും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ഏരിയാസ് ഉള്ളത് DISൽ നിന്നായിരിക്കും, അതേപോലെ തന്നെ മിസലേനിയസ് ടോപ്പിക്സിൽ നിന്നായിരിക്കും, ആൻഡ് ലാസ്റ്റ് വൺ അരിത്തമെറ്റിക്. സോ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്ക്, പ്രിലിംസിന് നമുക്കറിയാം സിംപ്ലിഫിക്കേഷൻ, നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷേ മെയിൻസ് വരുമ്പോൾ അങ്ങനെയാണോ കാര്യങ്ങൾ? ഒരിക്കലും അല്ല. സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ടഫ്നെസ് കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്പർ സീരീസ് വരുന്നത് എങ്ങനെയായിരിക്കും? വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള നമ്പർ സീരീസ് വരും. സോ ആ നമ്പർ സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു DI അല്ലേ നമുക്ക് മെയിൻസിന് ചോദിക്കുന്നത്. ഈ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പ്രധാനമായിട്ടും മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ഈ പറഞ്ഞു തരുന്നത്. നോക്കിക്കോ, അപ്പോൾ നമ്പർ സീരീസ് വരുന്നത് നമ്മുടെ പ്രിലിംസ് എന്താണ്? ഡയറക്റ്റ് നമ്പേഴ്സ് വരും. സോ നെക്സ്റ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ റോങ് നമ്പർ കണ്ടുപിടിക്കാം. പക്ഷേ മെയിൻസ് വരുമ്പോൾ ഇഷ്യൂ എന്താണ്? അവിടെ വേരിയബിൾസ് വരും. ഈ വേരിയബിൾസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2, x, 4, y ഇങ്ങനൊരു വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള നമ്പർ സീരീസ് തന്നിട്ട് ഈ വേരിയബിൾസിനെ ഒരു 6 വേരിയബിൾസ് അല്ലെങ്കിൽ ഒരു 7 വേരിയബിൾസ് കാണും. ഈ 7 വേരിയബിൾസിനെ പിക്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള DIs വരും. സോ നമ്പർ സീരീസ് മെയിൻസ് വരുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ വെയിറ്റേജ് മാറിയില്ലേ? ഇനി അടുത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിലോ നമ്മളുടെ പ്രിലിംസിനാണെങ്കിൽ നമുക്ക് സൈൻ മെത്തേഡ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്ട് ട്രിക്ക് ബേസ് ചെയ്തിട്ടോ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ അണ്ടർ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ മെയിൻസ് വരുമ്പോൾ അങ്ങനെയാണോ? മെയിൻസ് വരുമ്പോൾ സിലബസ് തന്നെ കംപ്ലീറ്റ് മാറി. അവിടെ എന്താ വരുന്നത്? സം ഓഫ് റൂട്ട്സ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യണം. ഇനി ഈ റൂട്ട്സ് എന്ന് പറയുന്നത് അവർ ഓൾറെഡി പറയും ഒരു പർട്ടിക്കുലർ നമ്പറിൻ്റെ എന്താ പറയുക ആ ഒരു റേഞ്ചിനിടയ്ക്ക് വരുന്ന നമ്പേഴ്സാണ്. സോ ലോജിക്കലി ചിന്തിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ അവിടെ വരുന്നത്. അപ്പോൾ മിസലേനിയസ് ടോപ്പിക്കാന്ന് പറഞ്ഞ് നമ്മൾ പ്രിലിംസ് ലെവൽ സിലബസ് പഠിച്ചിട്ട് പോയിട്ട് മെയിൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ഓരോ സെക്ഷൻസിൽ നിന്നും ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് മെയിൻസ് ലെവലിൽ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ നമ്മൾ എക്സാമിന് മുന്നേ ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പോവുള്ളൂ. അതേപോലെ നമ്പർ സീരീസ് ആണെങ്കിലും മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒരു 50 to 100 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുക. കാര്യം വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഓരോ മെത്തേഡിലായിരിക്കും. ചില ക്വസ്റ്റ്യൻസ് റോങ് നമ്പർ സീരീസ് ആയിരിക്കും, ചില ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് നമ്പർ സീരീസ് ആയിരിക്കും. അതിൽ തന്നെ വേരിയബിൾ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ആ വേരിയബിൾ ബേസ് ചെയ്തിട്ടുള്ള മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻസിന് നമുക്ക് DI ആയിട്ട് വരും. സോ ഇങ്ങനെയുള്ള 50 to 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ്, അതായത് ഇതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്, എന്താണ് ഡിഫറൻസ് ഓഫ് റൂട്ട്സ്, അല്ലെങ്കിൽ എങ്ങനെ റൂട്ട്സ് കിട്ടിയാൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻസ് ഫോം ചെയ്യാം. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു, എപ്പോഴും ട്രിക്കുകൾ കൊണ്ട് നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും, പക്ഷേ ബേസിക് അറിയാതെ നമുക്ക് ഒരിക്കലും മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇതിൻ്റെയും ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ പോകാവുള്ളൂ. എങ്കിൽ കൂടി മാത്രമേ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രം വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അതായത് എത്ര ക്വസ്റ്റ്യൻസ് വരുന്നോ മിസലേനിയസിൽ നിന്ന് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യുക, നമ്മളുടെ ക്യൂവയുടെ സ്കോർ ഇമ്പ്രൂവ് ആക്കാം. പ്രിലിംസ് പോലെ അല്ലല്ലോ മെയിൻസ്. നമുക്കറിയാം കട്ട് ഓഫ്, സെക്ഷണൽ കട്ട് ഓഫ് തന്നെ ഭയങ്കര കുറവല്ലേ? 2 മാർക്കൊക്കെ വരുന്ന 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കൊക്കെ സെക്ഷണൽ കട്ട് ഓഫ് വരുന്ന ഓരോരോ എക്സാംസ് ഉണ്ട്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? ക്യൂവയുടെ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ആ ഒരു റേഞ്ച് ഓഫ് സ്കോർ നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എങ്ങനെ സെലക്ട് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പിക്ക് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻസ് ആദ്യം എടുക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ആക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് DI എന്ന് പറയാം. DIക്ക് വെയിറ്റേജ്, അതായത് നമ്മുടെ മെയിൻസിന് വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള പേര് തന്നെ മാറി, എന്തായി മാറി? DI ആയി മാറിയില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ടേബിൾ, ലൈൻ, ബാർ, പൈ ഇത്രയും ചാർട്ട് അല്ലെങ്കിൽ ടേബിൾ ചാർട്ട് അല്ലെങ്കിൽ ടേബിൾ DI, ലൈൻ DI, ബാർ DI, പൈ ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഈ കേസിലെത്തി ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രിലിംസിന് ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ എക്സ്ട്രാ വരുന്ന ഏതൊക്കെയായിരിക്കും? ഈ പ്രിലിംസിന് വരുന്ന നമ്മുടെ DIയുടെ കൂടെ അരിത്തമെറ്റിക് മിക്സ് ചെയ്ത് വരും. അതായത് അരിത്തമെറ്റിക് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. അതായത് ഇത്രയും ടോപ്പിക്സ് മിക്സ് ചെയ്തിട്ടുള്ള DIs വരാം. അതുകൂടാതെ എക്സ്ട്രാ വരുന്ന ഏതൊക്കെയായിരിക്കും? മെയിൻസ് ലെവൽ DIs എന്ന് പറയുന്നത് സ്കാറ്റർ DI,
മിസ്സിംഗ് ഡി ഐസ് ഉണ്ട്, സ്കാറ്റർ ഡി ഐസ് ഉണ്ട്, റഡാർ ഡി ഐസ് ഉണ്ട്, ഫണൽ ഡി ഐ, ലോജിക്കൽ ഡി ഐ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്ന് മിനിമം നിങ്ങളൊരു 20 to 30 ടൈപ്പ് ഡി ഐസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനാണ് നിങ്ങൾ ഈ 6 മന്ത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 6 മന്ത് നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ. അതായത് ഓരോ സബ്ജക്റ്റ് അതിൻ്റെ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ വെയിറ്റേജ് എവിടെയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ പ്രിലിംസിന് എത്ര ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ പ്രിലിംസിൻ്റെ സിലബസ് എത്രയാണ്, മെയിൻസിന് വരുമ്പം എക്സ്ട്രാ ഏതൊക്കെ ടോപ്പിക്ക് വരുന്നു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ. സോ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തുടക്കം തൊട്ടേ ഉണ്ടാവണം. എങ്കിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എക്സാമിന് സെക്ഷൻ വൈസ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു കാര്യങ്ങൾ, അതായത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു സിലബസ് നിങ്ങളുടെ ക്യൂയുടെ നോട്ടിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ടാർഗറ്റ് വെക്കാം. അടുത്ത് വരുന്ന എക്സാമിന് മുന്നേ, അല്ലെങ്കിൽ ഇപ്പോൾ SBIPO ഇപ്പോൾ ഉടനെ വരും, അടുത്ത IBPS ക്ലർക്ക് അല്ലെങ്കിൽ എന്താ പറയുക SBI ക്ലർക്ക് മെയിൻസിന് മുന്നേ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 50 to 100 ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യാം, സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ബോക്സ് ഇടുക. നിങ്ങൾ എന്ത് ചെയ്യുക, 50 to 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടിക്ക് ഇടുക. സിമിലർലി ലോജിക്കൽ DAസിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് മിനിമം ചെയ്തിട്ട് പോവുക. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വീണ്ടും ഒരു ടിക്ക് ഇടുക. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വരും. അല്ലാതെ വെറുതെ എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഡയറക്റ്റ് പോയി എക്സാം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓർഡർ ഇല്ലാതെ ആയിരിക്കും നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നതും. നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു സ്ട്രെസ്സും വരും. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത്, അതായത് റീസണിങ്ങിന് ശേഷം വരുന്ന സെക്ഷനെ അത് ബാധിക്കുകയും ചെയ്യും. സോ ഇങ്ങനെ വേണം നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇനി അടുത്തത് അരിത്തമെറ്റിക് ടോപ്പിക് ഉണ്ടല്ലോ, ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, അരിത്തമെറ്റിക് സെക്ഷൻ. സോ അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ എല്ലാം കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ, എവിടെന്നെങ്കിലും നമ്മളൊരു PDF എടുക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എടുക്കും, അതിലൊരു 100 ക്വസ്റ്റ്യൻസ് കാണും, ടോപ്പ് 100 ക്വസ്റ്റ്യൻസ് കാണും. ഈ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. സോ അങ്ങനെ ചെയ്യരുത്, അതൊരു മിസ്റ്റേക്കാണ്. കാര്യം ഏതൊരു അരിത്തമെറ്റിക് ടോപ്പിക് എടുത്താലും അതിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. എങ്കിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ DI ഞാൻ പറഞ്ഞില്ലേ, മെയിൻസിന് DI പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന അരിത്തമെറ്റിക് ടോപ്പിക്സ് മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അത് ചെയ്യണമെങ്കിൽ ഈ ഏത് ടോപ്പിക്കാണോ വരുന്നത്, സപ്പോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു DI വരുന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ എൻ്റയർ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് മാത്രമാണോ, അതിൽ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും അറിയാം, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഉണ്ട്, ഡിക്രീസ് ഉണ്ട്, റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഉണ്ട്, പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെന്താ, ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമാണോ, പിന്നെ വേറെ ഒരുപാട് മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇതെല്ലാം അറിഞ്ഞിരിക്കണമെങ്കിൽ ഓരോരോ സബ് ടോപ്പിക്ക് നിങ്ങൾ എടുക്കുക, ആ സബ് ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 50 to 100 ക്വസ്റ്റ്യൻസ്, അത്രയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ അല്ലെങ്കിൽ മിനിമം ഒരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോകും. അപ്പോൾ അതിനകത്ത് തന്നെ വരും ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോഴത്തെ ഒരു PO ലെവൽ എക്സാംസിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ കൂടുതൽ. അതായത് എക്സും വൈയും എക്സ് വൈ ഇസഡ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. അതായത് വാല്യൂ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവാണ്. വാല്യൂ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലൊരു വേരിയബിളും വരും. സോ ആ വേരിയബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇത് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരിക്കലും ട്രിക്കുകൾ ഉപയോഗിച്ച് പറ്റത്തില്ല, അതിൻ്റെ കൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിരിക്കണം. സോ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ പ്രിപ്പയർ ചെയ്യുക. അത് ആദ്യം കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു മിനിമം ഞാൻ പറയണം, മിനിമം 50 to 100 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ മിനിമം 50 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ, അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഇങ്ങനെ വേണം നിങ്ങൾ ഒരു പ്രോ സ്റ്റുഡൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഇതിപ്പം ഒരു ബിഗിനേഴ്സിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്രഷേഴ്സിന് ചെയ്യേണ്ട അതേ കൺസെപ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ആകെ വ്യത്യാസമേ ഉള്ളൂ, പ്രോ സ്റ്റുഡൻസ് ചെയ്യേണ്ടത് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം. ഈ 100 to 50 ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറഞ്ഞത് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം പിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മെയിൻസ് എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഓവറോൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഇത്രയും ടോപ്പിക്ക് പഠിച്ചു, ഇനി എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സാമിനെ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, ആദ്യം ഒരു ടോപ്പിക്ക് പഠിച്ചില്ലേ. അപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നിങ്ങൾ ആദ്യം പഠിക്കുന്നതെങ്കിൽ ആ പെർസെൻറ്റേജിൻ്റെ എന്ത് ചെയ്യണം, ബേസിക്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആക്കിയല്ലോ. കൺസെപ്റ്റ് ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അതായത് ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാ ടൈപ്പിൽ നിന്നും പ്രാക്ടീസ് ചെയ്തു. ഒരിക്കലും തിരിച്ച് ചെയ്തില്ല, ക്വസ്റ്റ്യൻസിലൂടെ കൺസെപ്റ്റ് പഠിക്കില്ല, അതൊരു ഭയങ്കര മിസ്റ്റേക്കാണ്. കൺസെപ്റ്റ് പഠിക്കുക, അതിൻ്റെ ഒരു 50 to 100 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക.
അതിനുശേഷം ടോപ്പിക് ടെസ്റ്റ് ചെയ്യാം. ടോപ്പിക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ടോപ്പിക് ടെസ്റ്റ് എവിടെ നിന്ന് കിട്ടും? ഒരുപാട് മോക്ക് ടെസ്റ്റ് അവൈലബിൾ അല്ലേ? ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം, ഒലീബോർഡ് ഉണ്ട്, അടുത്തത് ഏതാ? ഗൈഡ്ലി ഉണ്ട്, ഗൈഡ്ലി. ഇനി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, സ്മാർട്ട് കീഡ, ഇങ്ങനെ ഒരുപാട് മോക്ക് ടെസ്റ്റ് അവൈലബിൾ അല്ലേ? അപ്പോൾ നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്ഷണൽ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്, ടോപ്പിക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അതിൽ ടോപ്പിക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ടോപ്പിക്കിനെ പറ്റി നല്ല രീതിയിൽ അതിൻ്റെ ഒരു നോളജ് ഇമ്പ്രൂവ് ആയില്ലേ, അതിലൊരു മാസ്റ്റർ ആയില്ലേ? അതിനുശേഷം ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ കംപ്ലീറ്റ് എല്ലാ ടോപ്പിക്കിലും ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ചാപ്റ്റർ ടെസ്റ്റ്, അതിൻ്റെ സെക്ഷൻ വൈസ് ടെസ്റ്റ് എഴുതുക. സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറയും. അടുത്തത് സെക്ഷണൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഓവറോൾ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷണൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെ എല്ലാ എല്ലാ സെക്ഷനും ചെയ്യുക. റീസണിങ്ങും GA, ഇംഗ്ലീഷ് എല്ലാം ഇതേപോലെ ചെയ്യുക. ഇതേ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്യുന്നതിന് ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അനാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞു. അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? അതിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യണം അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടത്തില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഏത് ടോപ്പിക്കിലാണ് ഏറ്റവും കൂടുതൽ മാസ്റ്റർ, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രോ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്ന് ആദ്യം പിക്ക് ചെയ്തൂടെ? അതേപോലെ വൺ ലൈനേഴ്സ് ഫസ്റ്റ് വന്നാൽ വൺ ലൈനേഴ്സ് ചെയ്യുക. വൺ ലൈനേഴ്സ് അല്ലെങ്കിൽ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പിക്ക് ചെയ്യാം. അതിനുശേഷം ഈസി ആയിട്ടുള്ള DIs പിക്ക് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള DI ഏതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ നമുക്ക് DIs തന്നിട്ടില്ലേ? ഇത്രയും DIs നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ മാത്രമല്ല അതിൽ ഏത് DI ആണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു എക്സാം ടൈമിൽ, ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഏത് DI എനിക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു മെയിൻസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഒരു 8 to 10 മിനിറ്റ് എടുക്കും ഒരു DA ക്രാക്ക് ചെയ്യാൻ. 2 മിനിറ്റ് ആണെങ്കിലും 1 മിനിറ്റ് ആണെങ്കിലും. അല്ലെ ലോജിക്കൽ DAs ഇല്ലേ? ഈ ലോജിക്കൽ DAs ഒക്കെ എൻ്റെ ലോജിക്ക് ക്രാക്ക് ചെയ്ത് ആ ലോജിക്കൽ DA നമുക്ക് ടേബിൾ വരയ്ക്കണം അല്ലെങ്കിൽ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു 8 to 10 മിനിറ്റ് മിനിമം എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഓൾറെഡി അതിൻ്റെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല എനിക്കത് ചെയ്യാൻ പറ്റൂ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മോക്ക് ടെസ്റ്റുകളിലൂടെയും സെക്ഷണൽ ടെസ്റ്റുകളിലൂടെയും ടോപ്പിക് ടെസ്റ്റുകളിലൂടെയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചിട്ടയായിട്ട് പഠിച്ചു പോകാം. ഇനിയുള്ള ഒരു 6 മാസം അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാംസിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള എല്ലാ സമയം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സമയം പോലും കളയണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ നിന്നും എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇനി വേണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ അല്ലെങ്കിൽ ഈ അരിത്തമെറ്റിക് ടോപ്പിക്സ് DAസിൻ്റെ എന്തെങ്കിലും കൺസെപ്ച്വൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ അതും ചെയ്തുതരാം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വരുന്ന എക്സാംസ് ക്ലിയർ ചെയ്യണം. നമുക്ക് ഈ വർഷം തന്നെ ജോലി വേണം. ഈ വർഷം തന്നെ നമുക്ക് സർക്കാർ ജോലി തന്നെ വേണം അല്ലേ? സെൻട്രൽ ബാങ്കിൻ്റെ അല്ലെങ്കിൽ RRB, RBI, അതേപോലെ SBIPO ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നില്ലേ? SBIPO, IBPSPയുടെ നോട്ടിഫിക്കേഷൻ വന്നു. SBIPO, IBPSPയുടെ നോട്ടിഫിക്കേഷൻ വന്നല്ലേ? POയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. എല്ലാവരും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. IBPSൻ്റെ ആകുമ്പോൾ പ്രിഫറൻസ് കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിൻ്റെ വേക്കൻസി ഒക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാവരും ഈ വർഷം ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. സോ നമ്മുടെ ദിശ അക്കാഡമി അതിൽ ഓഫ്ലൈനും ഓൺലൈനും ബാച്ചസ് ഉണ്ട്. ഓഫ്ലൈൻ ബ്രാഞ്ചസ് ആയിട്ടുള്ള കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, കോഴിക്കോട്, തൃശ്ശൂർ പോലുള്ള ബ്രാഞ്ചസിൽ നിങ്ങൾക്ക് വന്ന് പഠിക്കാവുന്നതാണ്. അവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. വർക്കൗട്ട് ഡെയിലി ബേസിസിൽ വർക്കൗട്ട് ഉണ്ട്. ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റിന് വേണ്ടി സെപ്പറേറ്റ്, അതായത് ഇൻ്റർവ്യൂ ഡിസ്ക്രിപ്റ്റിന് വേണ്ടി ഒരു എഡിറ്റോറിയൽ, ദ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ സെഷൻ തന്നെ ഇവിടെ എല്ലാ വീക്കിലും നടത്തുന്നുണ്ട്. സോ ഇത്രയും ഒരുപാട് ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. ഓൺലൈൻ ബാച്ചസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ദിശ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ഓൺലൈൻ ബാച്ചസ് പർച്ചേസ് ചെയ്യുക. സോ ഇതിലെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നത് ബേസിക്സ് ക്ലിയർ ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലോട്ടായിരിക്കും നിങ്ങളെ പോകുന്നത്. സോ ഒരു സ്ട്രക്ചേർഡ് വെയിലായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആദ്യം ഒരിക്കലും നിങ്ങളെ ഒരു 100 ക്വസ്റ്റ്യൻസിൻ്റെ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ ഒരു 100 ക്വസ്റ്റ്യൻസ് എടുത്ത് ആ ക്വസ്റ്റ്യൻസിലൂടെ ഒരിക്കലും ഇവിടെ പഠിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് 0 to hero, അതായത് ഫൗണ്ടേഷൻ തൊട്ട് നിങ്ങളെ എടുത്തായിരിക്കും നിങ്ങളെ മെയിൻസിലോട്ട് എത്തിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം വരത്തില്ല. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. സോ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞത്
ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോസ് ആയിരിക്കും. സോ നിങ്ങൾ ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും സജഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ നെക്സ്റ്റ് 6 മന്ത് ഇനിയുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ വർഷം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.